ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി സോഫ്റ്റ് പൊറാട്ടയും നല്ലൊരു അടിപൊളിയായിട്ടുള്ള മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ചോറും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ഇത് ഇങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ എടുത്തോടെ മാറ്റിയും വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി പൊടി ഇതിലേക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്താ പറയുക, ഈ പൊടിയിലേക്ക് കൂടി ആവശ്യമായ ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണേ. നമ്മൾ ചോറ് അരക്കൂലേ, അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഈ പൊടിയിലേക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാനേ. ഇതെല്ലാം പാട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചുകൂടി പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ലേശം വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. സാധാരണ നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ കുഴക്കുമ്പോൾ കുറേ നേരം കുഴച്ച് അത് സോഫ്റ്റ് ആകാൻ റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കണം. ഇതൊന്നും അതിൻ്റെ ആവശ്യമില്ല. ചോറ് ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഒരുപാട് സമയം നമ്മൾ കുഴച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഒരു അരക്കപ്പ് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ കുറച്ച് 1 ടേബിൾ സ്പൂൺ വീതം വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് പാകത്തിന് അളവിനൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങോട്ട് ലൂസായും പോകരുതേ. നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ. ചെറിയൊരു കപ്പിന് മൊത്തത്തിലൊരു 1/4 കപ്പ് വെള്ളമുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി വെക്കാം. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് മാവ്. ഉണ്ടതാ ഇതേപോലെ ഒന്ന് ക്രാക്കൊന്നും ഇല്ലാതെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. പിന്നെ നമുക്കിതൊന്ന് ഉരുളകളാക്കി എടുക്കാം. നമുക്ക് എത്ര വലിപ്പമുള്ള പൊറാട്ടയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മാവ് ഉരുളകളാക്കി എടുക്കാം. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ്, ഒരുപാട് വലിയ പൊറാട്ടയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, കുറച്ച് ചെറിയ ചെറിയ പൊറാട്ടകളാണ് ഉണ്ടാക്കുന്നത്. അതാ ഈ രീതിയിലൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഏകദേശം 7 എണ്ണമാണ് എനിക്ക് ഇതുപോലെ ഒരു 1.5 കപ്പ് പൊടി കൊണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്കിതുപോലെ കയ്യിൽ എണ്ണ തൊട്ടിട്ട് ഇതുപോലെ വേണമെങ്കിൽ ഒന്ന് പരത്തി വലുതാക്കി പരത്തി എടുക്കാം. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വലിഞ്ഞ് പരന്ന് വന്നോളൂ. ഞാനിതൊന്ന് റോള് കൊണ്ടൊന്ന് ഉരുട്ടി പരത്തി എടുക്കുന്നുണ്ട് പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട്. ചോറ് ചേർത്തുകൊണ്ട് ഒട്ടിപ്പിടിക്കും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. സാധാരണ നമ്മൾ പൊറോട്ട റെഡിയാക്കുന്ന പോലെ തന്നെയാണ്, ഒട്ടിപ്പിടിക്കുന്ന ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതുപോലെ ഇതെല്ലാം നൈസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പരത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കീറിപ്പോവുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. പിന്നെ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പൊറോട്ട മേക്കർ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. സിമ്പിളാണ്. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇത് സൈഡിൽ നിന്ന് കുറച്ചിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. വളരെ കുറച്ച് മാത്രം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ മതിയെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ആക്കാം കേട്ടോ. ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെയൊന്ന് ഉരുട്ടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൊറോട്ട നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും. ഞാൻ മടക്കിയെടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ലെയറായിട്ടുള്ള പൊറോട്ട കിട്ടും കേട്ടോ. നമുക്ക് 2-3 രീതിയിൽ ഇത് മടക്കിയെടുക്കാൻ പറ്റും. ഞാനിത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാവുന്ന രീതിയിൽ നല്ല ലെയറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് കാണിക്കുന്നത്. ഇത് കണ്ടോ, 2 അറ്റവും ഇതുപോലെ ഉരുട്ടി കൊണ്ടുവരിക, എന്നിട്ട് 2 കൂടി ഒന്നാക്കി വെച്ച് മടക്കിയെടുക്കുക. അത്രേ ഉള്ളൂ സംഭവം. കണ്ടോ, ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ ഇപ്പോൾ റോൾ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരുപാട് വലുപ്പമാക്കുന്നില്ല, ചെറിയ ചെറിയ പൊറോട്ടകളാണ് തയ്യാറാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയാണ്. ഈ സമയത്ത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കാം. അതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എപ്പോഴും പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറയ്ക്കാന്ന്, മീഡിയം ഫ്ലെയിമിലും അല്ല, മീഡിയത്തിൻ്റെ ഹൈൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ പൊറോട്ട റെഡിയാക്കി എടുക്കണം. ലോ ഫ്ലെയിമിലൊന്നും പൊറോട്ട വയ്ക്കരുത്, അപ്പോൾ ഹാർഡാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് 2 ഭാഗവും ഒന്ന് ആയി വരുമ്പോൾ ഒരല്പം ഓയിലൊന്ന് പതുക്കെ ഒന്ന് ബ്രഷാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പരുവത്തിലായതിൽ അപ്പം അതേപോലെ ഞാൻ മുഴുവനും റെഡിയാക്കിയതിന് ശേഷമാണ് ഒന്ന് അടിച്ചെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ പൊറോട്ട നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ എലിഞ്ഞു പോകുന്ന പൊറോട്ട നമുക്ക് ചോറ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരുപാട് കുഴച്ച് ഒന്ന് ബുദ്ധിമുട്ടാതെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കിക്കോ.
എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. 2 റെസിപ്പി കാണിക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോ അല്പം ലെങ്താണ്. അപ്പോൾ കൂട്ടുകാരൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അടുത്ത നമുക്ക് മുട്ട റോസ്റ്റ് നോക്കാം. സിമ്പിളായിട്ടുള്ള മുട്ട റോസ്റ്റാണ്. ഞാനൊരു വലിയ സവാള 2 എണ്ണം നീളത്തിൽ കട്ടാക്കിയത് കനം കുറച്ച്, പിന്നെ ഒരു പച്ചമുളക്, ഒരു 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണ്, അധികം ഓയിലൊന്നും ഇല്ലാതെ കുക്കറിലാണ് ഈ മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ തന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു തക്കാളിയാണ് എടുത്തത്, തക്കാളി കൂടി പോകരുത് കേട്ടോ. പിന്നെ ഒരല്പം കല്ലുപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരല്പം ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഓയിൽ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളം മാക്സിമം ഒഴിവാക്കാൻ നല്ലത്. തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ഒരു പച്ചവെള്ള ടേസ്റ്റ് ഉണ്ടാവും. അത് വരാതിരിക്കാനാണ് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തത്. ഞാനൊരു 3 വിസിൽ വന്ന സമയത്ത് എനിക്കിത് കുക്കറിൽ നിന്ന് നല്ലതായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇതാ ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ. അത് ഈ മഞ്ഞളും വെളിച്ചെണ്ണ ഓയിലൊഴിച്ച എണ്ണയിലോട്ടൊന്ന് റെഡിയാക്കി എടുക്കുക, ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നല്ല മഞ്ഞ കളറും വരും, ഇങ്ങനെയൊന്നും ഒരിഞ്ഞും വരും. എന്നിട്ട് ഇതൊന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് ഞാൻ പെരുംജീരകമാണ് ചേർക്കുന്നത്. പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഒരു 2 കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അത് കട്ടായിട്ടിരിക്കണം. പിന്നെ ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം, 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർക്കാം. ഇതെല്ലാം പാട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സാക്കി ഈ പൊടികളുടെ പച്ചക്കുത്തൊന്ന് മാറ്റിയെടുക്കണേ. ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ കുക്കറിൽ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളിയും ഉള്ളിയൊക്കെ ഇല്ലേ നല്ല സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു അടിപൊളി മുട്ട റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അതും ഒരുപാട് ഓയിലും വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതെ റെഡിയാക്കി എടുക്കാം. ടേസ്റ്റിനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ചേർത്താൽ ഒരു പ്രത്യേക നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്രേ ഉള്ളൂ സംഭവം. ഇനി ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡിയായി വരും. സവാളയിലേക്ക് ആരുവൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായി വരും. ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ മുട്ടയും വെച്ച് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന മുട്ട റോസ്റ്റും പൊറോട്ടയാണ് ഉണ്ടാക്കിയത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല അടിപൊളി വീഡിയോ എത്തുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.